നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടല്ലേ? സോറിയടാ, ദേവൻ പറഞ്ഞു. എന്നോട് സോറി ഒന്നും പറയണ്ട സാർ. ഇത് എൻ്റെ ജോലിയുടെ ഭാഗമായേ ഞാൻ കരുതുന്നുള്ളൂ. സാറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇവിടെ വന്നത്. കടക്കാരെ കൊണ്ട് ജീവിക്കാൻ നിവർത്തിയില്ലാതെ വീടിൻ്റെ EMI മുടങ്ങി ബാങ്കുകാർ വീട് ജപ്തി ചെയ്യാൻ നിൽക്കുമ്പോൾ തുടർന്ന് പഠിക്കാൻ പോയാൽ വീടും കുടുംബവും നഷ്ടപ്പെടും. കുടുംബം നോക്കാൻ മറ്റാരുമില്ല എന്ന സാഹചര്യത്തിൽ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഞാനാ. വയ്യാത്ത ഒരാളെ നോക്കാൻ നിന്നാൽ കൂടുതൽ സാലറി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ 3 മാസത്തെ സാലറി അഡ്വാൻസായി വാങ്ങി ബാങ്കിലടച്ച് ബാക്കി എല്ലാ മാസവും തന്നുകൊള്ളാമെന്നും പറഞ്ഞ് ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോഴല്ലേ വയ്യാത്ത ആൾ എങ്ങനത്തെ ആളാണെന്ന് മനസ്സിലായത്. ഹേമ മാഡത്തിനോട് കരഞ്ഞ് കാല് പിടിച്ചു. ഞാൻ പോയിക്കോട്ടെ, മറ്റെവിടെയെങ്കിലും പണിയെടുത്ത് അഡ്വാൻസ് വാങ്ങിയ തുക തിരിച്ചു തരാമെന്ന് പറഞ്ഞ്. എന്നാൽ മാഡം സമ്മതിച്ചില്ല. അഡ്വാൻസായി സാലറി വാങ്ങിയ ആ 3 മാസം കഴിയുമ്പോഴേക്കും എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെൻ്റെ വീട്ടുകാരുടെ ഭാഗ്യമെന്ന് വിചാരിച്ചാ ഞാനിവിടെ നിന്നിരുന്നത്. അതിൽ നിന്നെല്ലാം സാറ് എത്രയോ ബെറ്റർ അല്ലേ ഇപ്പോൾ. വല്ലപ്പോഴുള്ള വഴക്ക് പറയലും ഈ ചെറിയ ചെറിയ അടിയുമല്ലാതെ മറ്റൊന്നും ഇപ്പം ഇല്ലല്ലോ, രവി പറഞ്ഞു. നീ എന്നെ ഒരുപാട് സഹിക്കുന്നുണ്ടല്ലേ? സോറിയടാ, മനഃപൂർവ്വമല്ല, സംഭവിച്ചു പോവുക. നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല, ദേവൻ പറഞ്ഞു. സാർ അതെന്നോട് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് സാറിനെ അറിയാലോ. സാർ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഭാവിയെക്കുറിച്ച് നല്ല നല്ല സ്വപ്നങ്ങൾ കാണൂ. സാറിൻ്റെ ജീവിതത്തിൽ കയറിക്കൂടിയിട്ടുള്ള ദുഷ്ടാത്മാക്കളെല്ലാം ആവാഹിച്ച് ബന്ധിച്ച് ഒഴിവാക്കൂ. എന്നിട്ട് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവളോടൊത്ത് സുഖമായി ജീവിക്കൂ. അപ്പോൾ സാറിൻ്റെ ഈ അവസ്ഥയെല്ലാം മാറിക്കിട്ടും, രവി പറഞ്ഞു. എൻ്റെ കൂടെ കൂടിയിരിക്കുന്ന ദുഷ്ടാത്മാക്കൾ എന്നെ വിട്ട് അത്ര വേഗം പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സ്വത്തിനും പണത്തിനും വേണ്ടി ഒരാളുടെ ജീവൻ പോലും എടുക്കാൻ മടിയില്ലാത്തവരാ. അതങ്ങനെയൊന്നും വിട്ടുപോകില്ല, ദേവൻ പറഞ്ഞു. ശ്രമിച്ചു നോക്കിക്കൂടെ സാർ? അവർക്കെന്താ, അവരാഗ്രഹിക്കുന്ന ജീവിതം അവർ ജീവിക്കുന്നു. സാറിനല്ലേ ഒരു ജീവിതം ഇല്ലാതാകുന്നത്. അല്ലെങ്കിൽ സാറും അവരെ പോലെ തന്നെ ജീവിക്കാൻ തുടങ്ങണം, രവി പറഞ്ഞു. രവി, ആ ടോപ്പിക്ക് വിട്. നിനക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ലേ? എന്നാ പോകുന്നത്? പോയി പിറ്റേ ദിവസം വന്നൂടെ? ദേവൻ ചോദിച്ചു. സാർ, അനീത്തയുടെ കല്യാണം അടുത്തില്ലേ? കാര്യങ്ങളെല്ലാം തീരുമാനിക്കണം. അമ്മയും അമ്മാവന്മാരും എല്ലാം കൂടിയിരുന്ന് ആലോചിക്കണം. അതിനെല്ലാം സമയമെടുക്കും. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്താൻ ഞാനല്ലേ ഉള്ളൂ, രവി പറഞ്ഞു. എങ്കിലും അധികം ദിവസം വേണോ രവി? ദേവൻ ചോദിച്ചു. 4 ദിവസമെങ്കിലും വേണം സാർ. എൻഗേജ്മെൻറ്റിന് തന്നെ 2 ദിവസമേ അവിടെ നിന്നുള്ളൂ. അതിന് തന്നെ അമ്മാവന്മാർ പറഞ്ഞിരുന്നു. ആരെ കണ്ടിട്ട് അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ചതെന്ന്, രവി പറഞ്ഞു. എടാ, അവളുടെ കല്യാണത്തിന് ഇനിയും 3 മാസം ഉണ്ടല്ലോ. കല്യാണ സമയത്ത് നീ എന്തായാലും അവിടെ കുറേ ദിവസം വേണം. അതിനു മുമ്പ് മറ്റു പലതിനും നിനക്ക് പോകേണ്ടി വരും. പിന്നെ ഇപ്പം തന്നെ വെറുതെ അമ്മാവന്മാരുമായി ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി 4 ദിവസം നിനക്ക് വേണോ? ദേവൻ ചോദിച്ചു. എനിക്കും അമ്മയ്ക്കും ആവശ്യമില്ല സാർ, അമ്മാവന്മാർക്ക് ആവശ്യം. ഇന്നോളം കുറ്റപ്പെടുത്തലുകളല്ലാതെ ഒരു സഹായവും അവരിൽ നിന്നുണ്ടായിട്ടില്ല. വയ്യാത്ത അച്ഛനെയും ഞങ്ങൾ 4 മക്കളെയും വെച്ച് എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുടുംബം നോക്കുമ്പോഴും ബാങ്കിൽ നിന്ന് വീട് ജപ്തി ചെയ്യാൻ വന്നപ്പോഴും കടങ്കാരെ കൊണ്ട് ജീവിക്കാൻ നിവർത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോഴൊന്നും അമ്മാവന്മാർക്ക് സ്വത്ത് ഭാഗം വയ്ക്കാൻ തോന്നിയില്ല. ഇപ്പോൾ അവരുടെ മക്കളെല്ലാം വളർന്നു. പെൺമക്കൾക്ക് കല്യാണം കഴിക്കണം, ആൺമക്കൾക്ക് പുതിയ വീട് വയ്ക്കണം. അതിനെല്ലാം ഭാഗം വെച്ച് കിട്ടിയാലേ പറ്റൂ. അതും പറഞ്ഞ് അവരമ്മയ്ക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നപ്പോൾ അമ്മ അമ്മാവന്മാരോട് യാചിച്ചതാ. ഭാഗം വെച്ച് കിട്ടിയാൽ അത് വിറ്റ് കടം തീർക്കായിരുന്നു. പെൺമക്കളെ കൊണ്ട് മറ്റെവിടെയും പോകാൻ വഴിയില്ലെന്ന് പറഞ്ഞ്. അന്ന് അവരത് സമ്മതിച്ചില്ല. ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കാത്ത സ്വത്ത് ഭാഗം വയ്ക്കാൻ അമ്മ സൈൻ ചെയ്യില്ലെന്ന വാശിയിലായിരുന്നു. ഇപ്പെന്തോ അനിയത്തിയുടെ കല്യാണം ആയതുകൊണ്ടാവും അമ്മയ്ക്കൊരു മനമാറ്റം വന്നിട്ടുണ്ട്. മാത്രമല്ല അമ്മ സ്വസ്ഥതയും ആഗ്രഹിക്കുന്നുണ്ടാവും, രവി പറഞ്ഞു. അന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് നിങ്ങൾ വിറ്റിട്ടുണ്ടാകുമായിരുന്നില്ലേ? ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അന്ന് അവർ തരാതിരുന്നത് നന്നായി എന്ന് വിചാരിക്ക്, ദേവൻ പറഞ്ഞു. അന്ന് ഞാൻ സാറിനെ സഹായിക്കുകയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഹേമ മാഡം എനിക്ക് സാലറി തരാതായപ്പോൾ കടക്കാർ വന്ന് ശല്യം ചെയ്ത് എൻ്റെ അമ്മയും സഹോദരങ്ങളും ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ പിന്നെ അമ്മയുടെ ഓഹരി എത്ര കാലം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടും എന്താ സാർ പ്രയോജനം, രവി ചോദിച്ചു. അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. നിന്റെ മനസ്സും പ്രവൃത്തിയും ശുദ്ധ. അതുകൊണ്ട് നിന്നെ ദൈവം കൈവിടില്ല.
ദേവൻ പറഞ്ഞു. എൻ്റെ ദൈവം സാറാണ്. സാറല്ലേ എൻ്റെ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കി എന്നെ സഹായിച്ചത്. സാറ് തന്ന കാശുമായി ഞാൻ എത്താൻ കുറച്ചു നേരം വൈകിയിരുന്നെങ്കിൽ ഇപ്പോൾ അമ്മയും ചേച്ചി അനിയത്തിമാരും ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. സാറിനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞ് രവി ദേവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് കരഞ്ഞു. എടാ കരയാതെ, ഞാൻ അത്ര വലിയ കാര്യമൊന്നുമല്ല ചെയ്തത്. മുഴുഭ്രാന്തനായി ചങ്ങലയിൽ ഒതുങ്ങുമായിരുന്ന എൻ്റെ ജീവിതം എത്ര വലിയ റിസ്ക് എടുത്താ നീ എനിക്ക് തിരിച്ചു പിടിച്ചു തന്നത്. ആ കടപ്പാട് ഞാൻ മറ്റെങ്ങനെയാണ് തീർക്കേണ്ടത്? ദേവൻ ചോദിച്ചു. സാർ ഇപ്പം തന്നെ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കഴിഞ്ഞു. ഞാൻ സാറിന് വേണ്ടി മറ്റൊന്നും ചെയ്തു തന്നിട്ടില്ല, രവി പറഞ്ഞു. എടാ, എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്ന നീ എന്താ എനിക്ക് വേണ്ടി വേറെ ചെയ്യേണ്ടത്? ദേവൻ ചോദിച്ചു. സാറിന് നല്ലൊരു ജീവിതം കിട്ടണം. ഭാര്യ, മക്കൾ ഒക്കെയായി സന്തുഷ്ട ഒരു കുടുംബം. അതാ എൻ്റെ വലിയൊരു ആഗ്രഹം, രവി പറഞ്ഞു. ഭാര്യ, എൻ്റെ ആ ആഗ്രഹമൊക്കെ എപ്പോഴോ അവസാനിച്ചു, ദേവൻ പറഞ്ഞു. സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രവി ചോദിച്ചു. എന്താ ഇൻട്രൊഡക്ഷനൊക്കെ? ദേവൻ ചോദിച്ചു. സാർ, ലീഗലി ഭാര്യയായി ഗൗരിയെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ സാർ സ്വീകരിക്കുമോ? രവി ചോദിച്ചു. ദേവൻ രവിയെ ഒന്ന് നോക്കിയ ശേഷം അവിടുന്ന് പോയി. സാർ, ദേവൻ ഒന്നും മിണ്ടാതെ പോകുന്നത് കണ്ട് രവി വിളിച്ചു. ഒന്നും മിണ്ടാതെ പോയി, എന്താ ഇപ്പം ഇതിനർത്ഥം? സ്വീകരിക്കുമെന്നോ ഇല്ലെന്നോ? ഒഴിയാ ബാധ പോലെ കയറിക്കൂടിയിട്ടുണ്ടല്ലോ ഒരെണ്ണം. അത് ഒഴിഞ്ഞു പോയാലല്ലേ ഗൗരിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ, രവി ചിന്തിച്ചു. ദേവൻ അവൻ്റെ റൂമിൽ ചെന്ന് ബെഡിൽ കണ്ണുകൾ അടച്ച് മലർന്നു കിടന്നു. രവി പറഞ്ഞത് അവൻ ഓർത്തു. ലീഗലി ഭാര്യയായി ഗൗരിയെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ സ്വീകരിക്കുമോ? അവൻ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. ദേഷ്യം കൊണ്ട് അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന ടേബിളിനടുത്തേക്ക് ചെന്നു. അതിലെ ഡ്രോ തുറന്ന് അതിലുണ്ടായിരുന്ന ഒരു കൂർത്ത കത്തിയെടുത്ത് കത്തിക്കടിയിൽ കുത്തിക്കീറി വികൃതമാക്കി വെച്ചിരുന്ന ഒരു ഫോട്ടോയിലേക്ക് വീണ്ടും വീണ്ടും ദേഷ്യത്തോടെ അവൻ കുത്തിക്കൊണ്ടിരുന്നു. കുറച്ചുനേരം അങ്ങനെ നിന്ന് ആ ഫോട്ടോ കുത്തിക്കീറി അവൻ്റെ ദേഷ്യമൊന്നടങ്ങിയപ്പോൾ ആ കത്തി ഡ്രോയിലേക്കിട്ട് അതടച്ച് ബെഡിൽ വന്ന് കിടന്നു. പിറ്റേന്ന് രാവിലെ രാമേട്ടൻ ദേവനുള്ള ചായയുമായി വന്നപ്പോൾ രാമേട്ടൻ്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ച് ഒന്ന് ആസ്വദിച്ച ശേഷം ദേവൻ പറഞ്ഞു. ചായപ്പൊടിയുടെ ബ്രാൻഡ് മാറ്റിയിട്ടുണ്ടോ രാമേട്ട? ബ്രാൻഡ് മാറ്റിയിട്ടൊന്നുമില്ല കുഞ്ഞേ. ഇന്ന് ഗൗരിമോളാ ചായ ഉണ്ടാക്കിയത്. നന്നായിട്ടുണ്ടല്ലേ? രാമേട്ടൻ ചോദിച്ചു. ഒട്ടും നന്നായിട്ടില്ല. ചായപ്പൊടിയുടെ ബ്രാൻഡ് മാറ്റിയതാണെങ്കിൽ പഴയ ബ്രാൻഡ് തന്നെ മതിയെന്ന് പറയാനാ ചോദിച്ചത്, ദേവൻ പറഞ്ഞു. നല്ല ചായയാണെന്നാണല്ലോ രവി പറഞ്ഞത്. കുടിച്ചപ്പോൾ എനിക്കും തോന്നി നല്ലതാണെന്ന്, രാമേട്ടൻ പറഞ്ഞു. എനിക്കങ്ങനെ തോന്നിയില്ല എന്ന് പറഞ്ഞ് ചായ കുടിച്ചു കഴിഞ്ഞ് കപ്പ് രാമേട്ടന് കൊടുത്ത് ദേവൻ വാഷ്റൂമിലേക്ക് പോയി. നല്ല ചായ ആയിരുന്നല്ലോ, കുഞ്ഞെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിച്ച് രാമേട്ടൻ കിച്ചണിലേക്ക് പോയി. കുളിയെല്ലാം കഴിഞ്ഞ് ദേവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ കറിയുടെ മണം ആസ്വദിച്ച് ശ്വസിച്ച സന്തോഷത്തോടെ കുറച്ചു നേരം അവിടെ നിന്നു. അതിനുശേഷം കൈ കഴുകി ചെയറിൽ വന്നിരുന്നു. എന്നിട്ട് കിച്ചണിലേക്കൊന്ന് എത്തി നോക്കി. ദേവൻ കിച്ചണിലേക്ക് എത്തി നോക്കുന്നത് കണ്ട് അവിടേക്ക് വന്ന രവി ചോദിച്ചു. എന്താ സാർ? ദേവൻ ഒന്ന് ഞെട്ടി രവിയെ നോക്കിയ ശേഷം പറഞ്ഞു. കുറച്ചു നേരമായി ഞാൻ ഇവിടെ ഇരിക്കുന്നു. രാമേട്ടനായിരുന്നെങ്കിൽ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടതായി വരുമായിരുന്നില്ല. കഴിക്കാനുള്ളതെടുത്ത് ഡൈനിങ് ഹാളിലേക്ക് വരികയായിരുന്ന ഗൗരി അത് കേട്ട് പറഞ്ഞു. നിങ്ങളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. നീ ഇതുവരെ അവിടെ ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? രാമേട്ടൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എല്ലാം വേഗം ചെയ്യുമായിരുന്നു. വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ല, ദേവൻ പറഞ്ഞു. രാവിലെ തന്നെ നിങ്ങൾ വഴക്കുണ്ടാക്കാൻ നിൽക്കുക. നിങ്ങളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. നിങ്ങളിവിടെ വന്നപ്പോൾ തന്നെ നിങ്ങളുടെ പെർഫ്യൂമിൻ്റെ മണം എനിക്ക് കിട്ടി, ഗൗരി പറഞ്ഞു. ഓരോരുത്തരെ മണത്ത് കണ്ടുപിടിക്കാൻ നീ എന്താ നായയാണോ? ദേവൻ ചോദിച്ചു. ഈ വൃത്തികെട്ട മണം ശ്വസിച്ച് അത് നിങ്ങളാണെന്ന് കണ്ടുപിടിക്കാൻ നായയാകേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും വൃത്തികെട്ട മണമുള്ള പെർഫ്യൂം നിങ്ങളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ, ഗൗരി പറഞ്ഞു. അത് കേട്ട് രവി ചിരിച്ചു. അവൻ ചിരിക്കുന്നത് കണ്ട് ദേവന് ദേഷ്യം വന്ന് ചോദിച്ചു. എന്താടാ ചിരിക്കുന്നത്? ചിരിച്ചതല്ല സാർ, എക്കിൾ വന്നതാ, രവി കൈകൊണ്ട് ചിരി മറച്ചു വെച്ച് പറഞ്ഞു.